ഈടുറ്റ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ ആർക്കും സമയമില്ല, താല്പര്യവുമില്ല. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൽ പങ്കെടുത്ത ദൈവശാസ്ത്ര പെരിത്തൂസ് കൊങ്കാറ് ഫ്രഞ്ചുകാരനാണ്, വലിയ തെളൂജനാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു വലിയ ചർച്ചയാണല്ലോ, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണോ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും കൂടിയാണോ, ഫിലിയോക്വേ കോൺട്രവേഴ്സി എന്നുള്ള കാര്യം. അപ്പം അദ്ദേഹം ഒരു പോപ്പുലർ അപ്പീലിന് വേണ്ടി ഒരു ക്വസ്റ്റ്യനെയർ ഫ്രാൻസിൽ വിതരണം ചെയ്തു. പരിശുദ്ധാത്മാവ് ഒന്ന് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, ഉള്ളടക്കം സൃഷ്ടിച്ച ക്വസ്റ്റ്യനെയർ ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ റിസൾട്ട് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 90% ആളുകളുടെയും അഭിപ്രായം പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ്. അതാണ് തിയോളജി വിഷയത്തെക്കുറിച്ചുള്ള ആളുകളുടെ ഒരു പൊതു ഇംപ്രഷനാണ് പറഞ്ഞത്. പിന്നീട് പണ്ഡിതന്മാർ നമ്മളുടെ എൻസിക്ലിക്കൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻസ് തന്നെ ഒന്നുകിൽ ദേ ടേക്ക് ഇറ്റ് ആസ് എ യോക്ക്, ഒരു നുകം പോലെ കരുതുന്നു, അല്ലെങ്കിൽ ദേ ടേക്ക് ഇറ്റ് ആസ് എ ജോക്ക്, ഒരു തമാശ പോലെ കരുതുന്നു. ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു എൻസിക്ലിക്കലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഹൃദയപൂർവ്വം സമീപിക്കേണ്ട ഒരു കാര്യമാണ്. അതുതന്നെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണല്ലോ, ഹൃദയപൂർവ്വം ഒരു കാര്യത്തെ കാണുക എന്നത്. ഒരിക്കൽ കല്യാണം കഴിക്കാൻ പുരുഷനും സ്ത്രീയും കൂടെ ആലോചനകളെല്ലാം നടത്തി. പെണ്ണിന് 28 വയസ്സ്, ചെറുക്കന് 25 വയസ്സ്. വിചാരിച്ചും പറഞ്ഞു, ഇത് അത്ര നല്ലൊരു കോമ്പിനേഷനല്ല. 3 വയസ്സിൻ്റെ വ്യത്യാസം, അതും പെണ്ണിന് 3 വയസ്സ് വ്യത്യാസം വരുമ്പോൾ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഇടപെടാൻ ഒക്കെ പ്രയാസമുണ്ടാകും. ഇവൻ പറഞ്ഞു, എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. വിചാരിച്ചൻ നിർബന്ധിച്ചപ്പോഴും അവൻ സമ്മതിച്ചില്ല. പെണ്ണിന് 28, ചെറുക്കന് 25. അവസാനം ഇവൻ പറഞ്ഞു, ഞാൻ 3 കൊല്ലം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അപ്പം 28 ആവുള്ളൂ. ഒരാഗ്രഹത്തിൻ്റെ പേരിൽ വലിയൊരു തീരുമാനമെടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണല്ലോ. പരിശുദ്ധ പിതാവ് വളരെ ഗൗരവതരമായ പ്രബോധനങ്ങൾ ഈ നാളുകളിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തേത് ദൈവശാസ്ത്രപരമായ ആഴമുള്ള ഒരു പഠനമാണ്. തിരുഹൃദയത്തെക്കുറിച്ചാണത്. ക്ലേശകരമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ പഠനങ്ങളുമെല്ലാം പോയിരിക്കുന്നത്. ചെറിയ എൻസിക്ലിക്കലാണെങ്കിലും 200-260 പാരഗ്രാഫ്സ് ഉണ്ട്. നമുക്ക് ഇതിനെ പരിശുദ്ധ പിതാവിൻ്റെ ജൂബിലി പ്രഖ്യാപനത്തോട് ബന്ധപ്പെട്ടാണ് കാണേണ്ടത്. ഈശോയുടെ ജനനത്തിൻ്റെ 2025 വർഷങ്ങൾ നമ്മൾ ആചരിക്കുന്ന നാളുകളാണിത്. പരിശുദ്ധ പിതാവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യവുമാണ്. അവിടെ പിതാവ് നൽകുന്ന ഒരു നിർദ്ദേശം, ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻ്റ് അസ്, പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ ദിലെക്സിറ്റ് നോസ് ഹി ലൗഡ് അസ് എന്ന പ്രബോധനത്തെ, ചാക്രിക ലേഖനത്തെ കാണേണ്ടത്. അവൻ നമ്മെ സ്നേഹിച്ചു. സെയിൻറ്റ് പോളിൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചിന്തയാണല്ലോ അത്. അവിടെ 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലേഖനം എൻസിക്ലിക്കൽ സഭയിലിരുന്നു കൊണ്ട് സഭയായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെയാണ്. വലിയൊരു എക്ലീസ്യ ആയിട്ട് നമ്മളിരിക്കുകയാണ്. എക്ലീസ്യ എന്ന് പറയുമ്പോൾ ചർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി ഗാതേർഡ് around Christ, around a creed, around the Eucharist. ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഈ എൻസിക്ലിക്കലിൻ്റെ കാതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യമേ തന്നെ പരിശുദ്ധ പിതാവ് ഇന്ന് വളരെ ലിക്വിഡായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സേക്രഡ് ഹാർട്ടിനെ എങ്ങനെ നമ്മൾ കാണണം എന്നതാണ്. ആത്യന്തികമായിട്ട് ഇത് കൊണ്ടുവന്ന് എത്തിക്കുന്നത് നമുക്ക് സേക്രഡ് ഹാർട്ടിൻ്റെ വലിയ ഡിവോഷൻ പതിറ്റാണ്ടുകളായിട്ടുണ്ട്. പാശ്ചാത്യ സഭയിലുമുണ്ട്, പൗരസ്ത്യ സഭകളിലുമുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ചിന്തയാണ് പരിശുദ്ധ പിതാവ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ടെക്നോളജിയും കൺസ്യൂമറിസവും കൊടികുത്തി വാടുന്ന ഈ ലിക്വിഡ് സൊസൈറ്റിയിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എടുത്തു കാണിക്കുകയാണ്. ടെക്നോളജിയും ഉപഭോഗപരതയും അടക്കി വാടുന്ന
സമൂഹത്തോടുള്ള സുപ്രധാനമായ ഒരു പ്രതികരണമാണ് തിരുഹൃദയത്തിൻ്റെ ആത്മീയത നൽകുന്നത്. പാപ്പ പറയുന്നു, ഉപരിപ്ലവതയുടെ ഒരു കാലഘട്ടത്തിൽ എന്നതുപോലെ ജീവിക്കുകയും എന്തുകൊണ്ടെന്നറിയാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭ്രാന്തമായി പായുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് ഉത്കണ്ഠയില്ലാത്ത കമ്പോള സംവിധാനങ്ങളുടെ അതൃപ്തരായ ഉപഭോക്താക്കളും അടിമകളുമായി അവസാനിക്കുകയും ചെയ്യുന്ന നാം എല്ലാവരും ഹൃദയത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത്. ഈശോ മിശിഹായുടെ ഹൃദയത്തിൻ്റെ മാനുഷികവും ദിവ്യവുമായ സ്നേഹത്തെക്കുറിച്ചുള്ള കത്ത് എന്ന ഉപശീർഷകത്തിലുള്ള ഈ രേഖ 1956 പയസ് 12 മാർപ്പാപ്പായുടെ ഹൗറിയേറ്റിസ് അക്വാസ് എന്ന തിരുവെഴുത്തിന് ശേഷം പൂർണ്ണമായും തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ചാക്രിക ലേഖനമാണിത്. അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് സമഗ്രമായ ഒരു ലേഖനം, പ്രബോധനം ഈ രീതിയിൽ വരുന്നത്. പരിശുദ്ധ പിതാവ് ഈ അടുത്ത നാളുകളിൽ പറഞ്ഞു വെച്ച ഒരു പാറ്റേൺ, ഹിയറിംഗ്, ലിസണിങ് ആൻഡ് അക്കമ്പനിങ്. ഏത് സമൂഹത്തിലും ആരോടും ബന്ധപ്പെടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് ഹിയറിംഗ്, ലിസണിങ് ആൻഡ് അക്കമ്പനിങ് ആയിരിക്കണം. കേൾക്കണം, ശ്രദ്ധാപൂർവം കേൾക്കണം, അതാണ് ലിസണിങ്. അനുധാവനം ചെയ്യണം, അതാണ് അക്കമ്പനിങ്. എല്ലാവരെയും നമ്മൾ ലിസൺ ചെയ്യണം, ഹിയറിംഗ് മാത്രം പോരാ. അപ്പോഴാണ് സഭയിൽ നവീകരണം ഉണ്ടാകുന്നത്. ഈ പ്രബോധനത്തിൽ ഉടനീളം പാപ്പ തിരുഹൃദയ ഭക്തിയുടെ പരമ്പരാഗത ഘടകങ്ങൾ സമകാലിക വിഷയങ്ങളോട് ഇഴചേർക്കുന്നു. ശിഥിലമായ ലോകത്ത് യാഥാർത്ഥ്യത്തെ ഏകീകരിക്കുന്ന തത്വമായി മിശിഹായുടെ ഹൃദയത്തെ അവതരിപ്പിക്കുന്നു. വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് യാഥാർത്ഥ്യത്തെ ഏകീകരിക്കുന്ന തത്വമായിട്ട് മിശിഹായുടെ ഹൃദയത്തെ പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു മടക്കയാത്ര ചെയ്യണം, ഹൃദയത്തിലേക്കുള്ള മടക്കയാത്ര. ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിന് അതിൻ്റെ ഹൃദയം തിരിച്ച് കൊടുക്കുക എന്നതാണ് പരിശുദ്ധ പിതാവ് ഈ എൻസിക്ലിയിലൂടെ നമ്മെ ലോകത്തെ പഠിപ്പിക്കുന്നത്. സാങ്കേതിക പരിഹാരങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് വാദിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് എഴുതുന്നത്. ജീവശാസ്ത്രം, മനഃശാസ്ത്രം, നരവംശാസ്ത്രം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാസ്ത്രം എന്നിവ ഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ടത്ര ഉൾക്കൊള്ളുന്നില്ല എന്ന് പാപ്പ പറയുകയാണ്. ഒരിക്കൽ പരിശുദ്ധ പിതാവ് എഴുതി, ഐ ആം മൈ ഹാർട്ട്, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണ്. തിരുഹൃദയത്തോടുള്ള ഭക്തി കേവലം ഒരു സ്വകാര്യ ആത്മീയ ആചാരം അല്ലെന്നും സാമൂഹിക ജീവിതത്തിലും മനുഷ്യബന്ധങ്ങളിലും ആഴത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭക്തിക്ക് കഴിയും എന്നും പരിശുദ്ധ പിതാവ് ഊന്നിപ്പറയുകയാണ്. ഹൃദയത്തിൽ നിന്ന് പരിവർത്തനം ആരംഭിച്ചുകൊണ്ട് ലോകത്തിന് മാറാൻ കഴിയും. സ്നേഹം, കൂട്ട്, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. 3-ാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാർക്ക് ദൈവത്തെ അറിയാനും തങ്ങളെ തന്നെ അറിയാനും മിശിഹായുടെ ഹൃദയം ആവശ്യമാണ്. തിരുഹൃദയം എന്താണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഹൃദയപൂർവമായ സമീപനത്തിലേക്ക് എല്ലാവരെയും പരിശുദ്ധ പിതാവ് കൊണ്ടുവരികയാണ്. ഹൃദയം എന്ന് നമ്മൾ പറയുമ്പോൾ 4 സുവിശേഷങ്ങളും അവിടെ ഒരുപോലെ ചേർക്കപ്പെടുകയാണ്. സുവിശേഷങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് തന്നെയാണ്.